കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്നൊരു സംശയമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം LDF, UDF, UDF, LDF ഇത്തരത്തിൽ പോകുന്നു. പക്ഷെ കേരളത്തിൽ BJPയുടെ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നത് രാഷ്ട്രീയ നിരീക്ഷകരിലൊക്കെ തന്നെ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഒരു മുന്നണിക്കും വ്യക്തമായ മുൻതൂക്കമില്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളതാണ്. 65ലേക്ക് കാര്യങ്ങൾ പോകുമോ? 65ലേക്ക് പോകുമെന്ന് അങ്ങ് ചോദിക്കുമ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നൊരു വ്യക്തി എന്നൊരു ചോദ്യം കൃത്യമാണ്. പക്ഷേ പ്രേക്ഷകരത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ അർത്ഥം ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥയുണ്ടായി, കേന്ദ്രഭരണം, പ്രസിഡന്റ് ഭരണം വരുന്ന ഒരവസ്ഥ വരുമോ എന്നാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ കൃത്യമായ. 65 എങ്ങനെയാണ് സംഭവിച്ചത്? ചൈനയുടെ ചാരന്മാരായ ഇടത് കമ്മ്യൂണിസ്റ്റുകാരും സോവിയറ്റ് യൂണിയന്റെ വിധേയത്വം പുലർത്തുന്ന വലത് കമ്മ്യൂണിസ്റ്റുകാരും തല്ലിപ്പിരിഞ്ഞു. കോൺഗ്രസിനകത്ത് PT ചാക്കോയുടെ മരണശേഷം കോൺഗ്രസിലെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗം ഒരു പരിധിവരെ നായർ വിഭാഗത്തിൻ്റെയും കൂടെ പിന്തുണയോടുകൂടി കേരള കോൺഗ്രസുമായിട്ട് ഒന്നുമില്ല, അവരുടെ പിന്തുണയുണ്ടായിരുന്നു. കോൺഗ്രസ് അങ്ങനെ രണ്ടായി പിളർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു, കോൺഗ്രസ് പിളർന്നു. ആ സാഹചര്യത്തെ ഇലക്ഷനാണ് അന്ന് ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു ഫലത്തിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ഒരേ ഒരു തവണ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലേ അങ്ങനെ വന്നിട്ടുള്ളൂ. അതിന് മുമ്പുമില്ല, അതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല. ആ അവസ്ഥയിലേക്ക് വരുമോ എന്നാണല്ലോ അങ്ങയുടെ ചോദ്യം. അത് വരുന്നതിനുള്ള സാധ്യത 75% ഉണ്ടെന്നതാണ് എൻ്റെ നിരീക്ഷണം. ഞാനീ പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഉള്ള ഒരു കണക്കിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അന്ന് പലരും കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിന് വലിയ വിജയമുണ്ടായോ? 96 സീറ്റുണ്ടായിരുന്നു. പിരിയുന്ന 2021 പഴയ നിയമസഭയിൽ 96 സീറ്റുണ്ടായിരുന്നു. അതിലോട്ട് കേരള കോൺഗ്രസ് ചേർന്നു. അതിലോട്ട് വീരേന്ദ്രകുമാറിൻ്റെ അല്ലെങ്കിൽ ശ്രേയസ് കുമാറിൻ്റെ പാർട്ടിയും ചേർന്നു. UDFിൽ നിന്ന് കാലുമാറി ചേർന്നു. ആ മാറിയ സാഹചര്യത്തിലും അതുകൂടാതെ O രാജഗോപാലിൻ്റെ സീറ്റ് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി LDF പിടിച്ചെടുത്തു. നേമം സീറ്റ്, പൂഞ്ഞാറിലെ ജോർജിൻ്റെ സീറ്റും പിടിച്ചെടുത്തു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടും എന്താ ഉണ്ടായത്? 3 സീറ്റ്. 96 99 എത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനി വേറൊന്ന് ശതമാനം പറഞ്ഞാൽ 43% ആ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഇടതു വർഗീയ മുന്നണിയുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയാവുന്നത്. 2016 ഇലക്ഷൻ്റെ ആ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 43%. 4% വോട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും വീരേന്ദ്രകുമാറിൻ്റെ കൂടെ പേരിൽ 4% വോട്ട് കൂടുതലും കിട്ടി. 47% കിട്ടണമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കിട്ടിയത് അതികുറവാണ്. 44-45% കിട്ടിയിട്ടുള്ളൂ, പരമാവധി കുറഞ്ഞു. അതേസമയത്ത് UDFിനോ 42 സീറ്റുണ്ടായിരുന്ന UDFിന് 1 സീറ്റേ പോയുള്ളൂ. 41 സീറ്റുണ്ടായിരുന്നു UDFിന് കഴിഞ്ഞ വർഷം. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ 2021 ഇലക്ഷൻ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർക്കുക. അത്തവണയാണ് 18 നിന്ന് 14 മുസ്ലിം ലീഗ് കുറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ തോൽവിയുടെ പ്രധാനപ്പെട്ടൊരു കാരണം ലീഗിൻ്റെ പരാജയമാണ്. മുസ്ലിം ലീഗിന് 18 സീറ്റുണ്ടായിരുന്നു, 14 കുറഞ്ഞു. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിലേക്ക് പോകാനും കാരണമുണ്ട്. കാരണം ലീഗ് ഒരു വർഗീയ പാർട്ടി, ലീഗ് മതേതരമൊന്നുമല്ല, വർഗീയ പാർട്ടി. മുസ്ലിങ്ങളിലെ തീവ്ര വർഗീയവാദവും ഭീകരവാദത്തോട് യോജിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയമുള്ളവരുണ്ടല്ലോ, അവരെ മൊത്തം പിണറായി വിജയൻ്റെ കൂട്ടത്തേക്ക് വിടുക. അതിന് പാർട്ടി PDP ഒന്നും പറയേണ്ട കാര്യമില്ല.
തീവ്രവാദം മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നു, മൊത്തം കൂട്ടുപിടിച്ചു. ജലീല് നേരത്തെ കൂടെയുണ്ട്, സിമി വീരൻ ജലീല് നേരത്തെ കൂടെയുണ്ട്. അത് രാഷ്ട്രീയമായ മാറ്റം. അതായത് വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഇടത് വർഗീയ മുന്നണിയുടെ നയത്തിന് കിട്ടിയ ആടൊരു അഡ്വാൻറ്റേജ്. അതിനപ്പുറം വേറൊരു കാര്യം എന്നുണ്ടായി. അത് വേറൊന്നുമല്ല, കള്ളക്കടത്ത് വിഷയത്തിൽ, സ്വർണ്ണ കള്ളക്കടത്ത് വിഷയത്തിൽ രമേശ് ചെന്നിത്തല എടുത്ത നിലപാട് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ഭൂരിപക്ഷവും രമേശ് ചെന്നിത്തലയും, അത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ നമ്മുടെ KC വേണുഗോപാലോ ശശി തരൂരോ പോലും എടുത്ത നിലപാടായിരുന്നില്ല. അന്ന് അക്കാലത്തെ ഇവരുടെയൊക്കെ പ്രസ്താവന വായിക്കണം. ചെന്നിത്തല സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ പിണറായി വിജയനെ കടന്നാക്രമിക്കുമ്പം ഞാനീ പറഞ്ഞ ആദ്യ പേരുകാര് നിശബ്ദമായിട്ടിരുന്നു. ദേശീയ ചാനലുകളിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും പിണറായി പക്ഷത്തായിരുന്നു, പലരും, സ്വതന്ത്രരായ പലരും. അപ്പം യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അന്തരീക്ഷത്തിൽ പിണറായിക്ക് എതിരായി നിന്നത് രമേശ് ചെന്നിത്തലയും കേരളത്തിലെ കുറേ നേതാക്കളുമാണ്. BJPയുടെ സുരേന്ദ്രൻ, K. സുരേന്ദ്രൻ തുടങ്ങി വെച്ച ആരോപണത്തിന് ശക്തി കൂട്ടിയത് ചെന്നിത്തലയുടെ വന്നപ്പോഴാണ്. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ആ കുറ്റത്തിൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളവരും സ്വർണ്ണക്കള്ളക്കടത്ത് ഇല്ലാതായാൽ കച്ചവടം മുട്ടുന്നവരും ഏത് സമൂഹമാണെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് മുസ്ലിം ലീഗിനെ ബാധിക്കുമെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണല്ലോ. ആ സാഹചര്യത്തിൽ രണ്ടാമത് പിണറായി വിജയൻ വരേണ്ടതാണ് അവരുടെ താല്പര്യമെന്ന് അവരും കരുതി. ഇനി മറ്റൊരു ഘടകം കൂടെ പറയാം. കോവിഡിൻ്റെ കാലത്ത് കിറ്റ് കൊടുത്തൊക്കെ എല്ലാവരും പറയും. അതിനപ്പുറം വേറൊരു കാര്യം ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് സർക്കാർ ഓഫീസിൽ പോകണ്ടാത്ത സർക്കാർ ജീവനക്കാരായ യൂണിയൻകാര് ശമ്പളവും വാങ്ങിച്ചിട്ട് വെറുതെ ഇരിക്കുക അല്ല, വെറുതെ ഇരിക്കുകയല്ല, പാർട്ടി പ്രവർത്തനം നടത്തി. അത്ര ആവേശപൂർവ്വം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് സമയം കൊടുത്തു. അത് പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലൊക്കെ നടന്ന കാര്യങ്ങൾ വേറെ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചെന്നിത്തലയെ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് വരാൻ വേണ്ടി കാണിച്ച കളികൾ, പരസ്പര സ്പർദ്ധ, ഇതെല്ലാം കൂടെ ആയതാണ് UDF. എന്നിട്ടും 42 41 കുറഞ്ഞുള്ളൂ. അപ്പൊ ഇനിയും അത് കഴിഞ്ഞ വർഷത്തെ അവസ്ഥ. ഇപ്പൊ വരാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അന്നും കേരള രാഷ്ട്രീയത്തിൽ എന്നുമുള്ള ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്താന്ന് പറഞ്ഞാൽ BJP ജയിക്കാൻ പോകുന്നില്ല, BJPക്ക് MLA കിട്ടാൻ പോകുന്നില്ല. ഈ കൊള്ളയും അഴിമതിയും കൊലപാതകവും രാഷ്ട്രീയ കൊലപാതകങ്ങളും ആവർത്തിപ്പിക്കുന്ന ഭീകരരുടെ ഭരണം, ഇടതുപക്ഷത്തിന്റെ ഭരണം വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് ഇരയായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽപ്പെട്ടവരും അതിനെക്കുറിച്ച് അറിയാവുന്നവരുമെങ്കിലും ഈ കൊലപാതക രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി വലതുവർഗീയ മുന്നണി വോട്ട് ചെയ്യുന്നൊരു ചരിത്രം കേരളത്തിലുണ്ടായിരുന്നു. അത് കൃത്യമായും അങ്ങേ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. വിദഗ്ധരായ എല്ലാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ തവണ BJP വിജയിക്കും. 30 സീറ്റുകളിൽ അവർക്ക് 30-40 ഇടയ്ക്ക് സീറ്റുകളിൽ അവര് പോരാട്ടം കാഴ്ചവെക്കുമെന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ഈ വോട്ട് BJPയുടെ പെട്ടിയിൽ വീഴുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലും ഒന്നുകിൽ BJP ജയിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ BJPയുടെ ഇടപെടൽ കാരണം LDFന്റെയും UDFന്റെയും സീറ്റിലുണ്ടാകാവുന്ന നഷ്ടങ്ങൾ. ഇനി മറ്റൊരു ഘടകം കൂടെ ഞാൻ പറയാം. ഇത്തവണ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതുമാണ്, ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതുമാണ്. അത് മറ്റൊന്നുമല്ല, ഹിന്ദുവിരുദ്ധ വർഗീയതയാണ് രാഷ്ട്രീയ വിജയത്തിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് കരുതുന്ന, ഹിന്ദുവിനെ തെറി പറഞ്ഞാൽ വോട്ട് കിട്ടി ജയിക്കാമെന്ന് കരുതുന്ന സതീശന്മാര്, VT ബലറാമാര്, M സുരാജ്മാര്, ശബരിമലയെ പരമക്കള്ളൻ എന്ന് വിളിക്കുന്ന തെരുവ് തെണ്ടികളുള്ള രാഷ്ട്രമാണ്, സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വിളിക്കുന്ന രാഷ്ട്രീയക്കാര്
ഇവരെല്ലാം മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഈ കൂട്ടരെ തോപ്പിക്കണം എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയാതെ പോലും കേരളത്തിലെ ഹിന്ദുസ് തീരുമാനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അവസാനമായി ഒരു കാരണം കൂടെ, അടുത്ത ഇലക്ഷൻ എന്തായാലും LDF മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് LDF കരുതില്ല, UDF മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് UDF കരുതില്ല. ആ സമയത്ത് BJP തോപ്പിക്കണം എന്ന തരത്തിൽ നിയമത്തൊക്കെ കാണിച്ചതുപോലെ BJPക്ക് എതിരെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് മറുപക്ഷത്തെ ജയിപ്പിക്കാൻ വേണ്ടി LDF കാരനോ, അതായത് LDF ജയിപ്പിക്കാൻ വേണ്ടി UDF, UDF ജയിപ്പിക്കാൻ വേണ്ടി LDF ശ്രമിക്കുമെന്ന് കരുതാനാവുമോ? അങ്ങനെ കരുതാനാവില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഒരു 15 സീറ്റിനടുത്ത് BJP മുന്നണിക്ക് കിട്ടുകയും LDF UDF 70 സീറ്റ് എന്ന ലക്ഷ്യം നടക്കാതെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? എൻ്റെ ജീവനങ്ങ് എൻ്റെ ഭോഗമങ്ങ് 30-ാം വർഷത്തിൻ്റെ സീമ ഇത് പോകില്ല ഞാൻ എന്നും പറഞ്ഞ പിണറായി വിജയൻ ചെന്ന് സോണിയാഗാന്ധിയുടെ കാലം തുടങ്ങണം. അല്ലെങ്കിൽ സോണിയാഗാന്ധി ഇങ്ങോട്ട് വന്ന് MA ബേബിയുടെയോ പിണറായി വിജയൻ്റെയോ സൗകര്യം പോലെ കാലത്തൊട്ട് അലയത്തുണ്ടാക്കണം. INDIA എന്നൊരു മുന്നണി ഉണ്ടല്ലോ, ആ മുന്നണി കേരളത്തിലും പ്രാവർത്തികമാക്കണം. ഇനി അതുമല്ലെങ്കിൽ ഇടതുവർഗീയ മുന്നണിയിലെ മുസ്ലിം ലീഗിന് INL കേരള കോൺഗ്രസ് വിഭാഗത്തെയും ഇങ്ങോട്ട് കടമെടുത്ത് UDF അങ്ങോട്ട് മാറ്റിയെടുത്ത് ഭരിക്കണം. അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ മറ്റും അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് LDF ശ്രമിക്കേണ്ടി വരും. ഈ മാറ്റങ്ങളൊക്കെ അപ്പോൾ BJP നിർണായക ഒരു അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ പാർട്ടിയിലുള്ളവരൊക്കെ നടത്തുന്നത് എന്ന് കരുതി പോന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ ഒരു മുന്നണി മാറ്റം എന്ന നാണം കെട്ട ഇടപാടിന് ഇവരാരും പോവുകയില്ലെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ BJP നിർണായക ശക്തിയായി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാണം കെട്ട കുതിരക്കച്ചവടത്തിന്, കാര്യമാറ്റത്തിന് ഇടതുവർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും പോയില്ലെങ്കിൽ അത് കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വരുത്തും, സർക്കാർ രൂപീകരിക്കാൻ വയ്യാത്ത അവസ്ഥ വരുത്താം. അത് കേന്ദ്ര ഭരണം, പ്രസിഡന്റ് ഭരണം എന്ന അവസ്ഥയിലേക്ക് 965 കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും, അങ്ങനെ വരുവാണെങ്കിലും അത് കേരളത്തിന് ഹിതകരമായിരിക്കുമെന്നും കേരളത്തിൻ്റെ വികസനത്തിന് തന്നെ വഴിയൊരുക്കുമെന്നും, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലേക്ക് കേരളം ഒരു സാഹചര്യം വരുന്നതും തീർത്തും ആശാവഹമായ സാഹചര്യമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.